യേശുവിൽ പ്രിയപ്പെട്ടവരെ, ഗുണൈക ദൃക്കുകൾ, ദോഷൈക ദൃക്കുകൾ, ഒപ്റ്റിമിസ്റ്റ്, പെസ്സിമിസ്റ്റ്, അങ്ങനെ 2 തരം ആൾക്കാരാണ് നമ്മുടെ ഇടയിലുള്ളത്. എല്ലാ കാര്യങ്ങളിലും നന്മ മാത്രം കാണാൻ ശ്രമിക്കുന്ന ഗുണൈക ദൃക്കുകളും, എന്നാൽ എല്ലാ കാര്യങ്ങളിലും തിന്മ മാത്രം കണ്ടെത്താൻ ശ്രമിക്കുന്ന ദോഷൈക ദൃക്കുകളും. ഇന്നത്തെ വചനത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഉള്ളവരാണ് ഗുണൈക ദൃക്കുകൾ, ഇല്ലാത്തവരാണ് ദോഷൈക ദൃക്കുകൾ. ഈ ഭൂമിയിൽ ദൈവം സൃഷ്ടിച്ച എല്ലാ മനുഷ്യരും എന്തെങ്കിലുമൊക്കെ ഉള്ളവരാണ്. ഇല്ലാത്തവരായി ആരും തന്നെ ഇല്ല. പിന്നെ ആരാണ് ഈ ഇല്ലാത്തവർ? ഉണ്ടായിട്ടും ഉള്ളത് കാണാതെ ഇല്ലാത്തതിനെപ്പറ്റി മാത്രം ചിന്തിക്കുന്ന, അതായത് ദോഷൈക ദൃക്കുകളാണ് ഈ ഇല്ലാത്തവർ. ഉള്ളതെല്ലാം അംഗീകരിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി ഉള്ളത് വർദ്ധിപ്പിക്കാനും മറ്റുള്ളവരുടെ പ്രയോജനത്തിനായി, നന്മയ്ക്കായി അത് ഉപയോഗിക്കുകയും ചെയ്യുന്നവരാണ് ഉള്ളവർ, അതായത് ഗുണൈക ദൃക്കുകൾ. ഇല്ലാത്തവരെപ്പോഴും ഉണ്ടായിട്ടും ഉള്ളതിനെ അംഗീകരിക്കാതെ ഇല്ലാത്തതിനെപ്പറ്റി മാത്രം ചിന്തിച്ച് അസൂയയോടെ, ജീവിതത്തിൽ നിരാശയോടെ കഴിയുന്നവരാണ്. അവർ യാതൊരു പ്രയോജനവും മനുഷ്യകുലത്തിന് ചെയ്യുന്നില്ല. പ്രിയപ്പെട്ടവരെ, നാം ഏത് വിഭാഗത്തിൽ പെടുന്നു എന്ന് ചിന്തിച്ച് നോക്കാനും, നമ്മുടെ ജീവിതത്തെ വിലയിരുത്തി ഗുണൈക ദൃക്കുകളെ പോലെ ദൈവം തന്ന എന്തെങ്കിലുമൊക്കെ നമുക്കുണ്ടല്ലോ, അത് അംഗീകരിച്ച് ഉള്ളവരായി ഈ ഭൂമിയിൽ ജീവിക്കാൻ നമുക്ക് സാധിക്കട്ടെ. സ്നേഹനാഥനായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.